വെറും 4% രാജ്യത്തിന്റെ വെളിയിലേക്ക് പോകുന്നത്. അതിൽ 3% എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലേക്ക് പോകും. ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയൻ ഡോട്ട് ലൈഫ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ അടുത്തൊരു സ്ഥലമായ ബണ്ടാബർഗ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു റം ഡിസ്റ്റിലറി ഉണ്ട്, ഒരു ഫേമസ് റം ഡിസ്റ്റിലറി ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇന്ന് എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല, ഇന്ന് എൻ്റെ കൂടെ എൻ്റെ പ്രിയ പത്നിയുണ്ട്. ഇതാണ് എൻ്റെ പ്രിയ പത്നി അങ്ങനെയും പറയാം. ഓക്കെ, ഇത് ഡോണ, ഞാൻ അന്ന എന്ന് വിളിക്കും. അന്നയാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. ഇന്ന് പുള്ളിക്കാരിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് സൈഡ് റിലാക്സ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് ഇന്ന് അവിടെ പോയി നമ്മുടെ റം ഡിസ്റ്റിലറി പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഇന്നൊരു ക്ലൗഡി വെതറാണ്, അതുപോലെ തന്നെ ഇന്നൊരു സൂര്യനില്ല, ഒരു ഗുമ്മില്ല എന്നൊക്കെ പറയാം. അപ്പം കണ്ടല്ലോ, എപ്പോൾ വേണേലും മഴ പെയ്യാം. രാവിലെ എനിക്ക് വന്ന മഴ ആയിരുന്നെന്ന് തോന്നുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. നമ്മളിന്ന് നോക്കിയപ്പം ഇതെൻ്റെ ഡിസ്റ്റിലറി, ബണ്ടാബർഗ് ഡിസ്റ്റിലറിയിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 124 കിലോമീറ്റർ. ഞാൻ പറഞ്ഞത് ഫുള്ള് റോങ് ആയിരുന്നു. ഞാൻ നേരത്തെ നോക്കിയതെന്തോ 68 കിലോമീറ്റേഴ്സ് എന്നായിരുന്നു. പക്ഷെ അത് നമ്മളത് അടിച്ച് ഗോ എടുക്കുമ്പോഴാണ് ശരിക്കും കൃത്യം കിലോമീറ്റേഴ്സ് കാണിക്കുന്നത്. എന്തായാലും തന്നെ പരിചയപ്പെടാം, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഹലോ, ഹായ്. കുറച്ച് ഇതാണ്, ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിയാക്കാം. അപ്പം നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളെല്ലാം കാണാം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. ചോദിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഇനി ഒരു 1 മണിക്കൂർ 21 മിനിറ്റും ഉണ്ട് കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, മൊത്തം കാടാണ് ശരിക്കും. ബണ്ടാബർഗ് ഇങ്ങോട്ട് പോകുന്ന ഇതിലേക്ക് ഞാൻ ഓടിക്കുന്നുണ്ട്. തീക്ഷ്ണമായിട്ട് നല്ല ഫോക്കസ് ചെയ്താ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ക്വീൻസ്ലാൻഡ്, ഈ ഓസ്ട്രേലിയയിൽ എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തോട്ടും വഴികളുണ്ട്. ഏത് കാട്ടിലോട്ടാണെങ്കിലും ഏത് മൂലക്കോട്ടാണെങ്കിലും വഴികൾ ഇഷ്ടം പോലെ, നല്ല നീറ്റായിട്ട് നല്ല ടാർ ചെയ്ത വഴികളാണ്. ഭയങ്കരമാണ്, അതൊരു അത്ഭുതമാണ്. എങ്ങോട്ടാണെങ്കിലും ഒരു മൺ റോഡോ അങ്ങനെ ഒന്നും ഇല്ല, ഓഫ് റോഡ് പോലും ഇല്ല. ശരിക്കും നല്ല വഴികളാണ്. ഇപ്പൊ ഞാൻ പറയണ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാണാം ഈ കങ്കാരുമൊക്കെ ഇടിച്ച് കിടക്കുന്ന കാങ്കറൂസ്. അത് രാത്രിയിലാണേലും ഭയങ്കരമാണ്. അത് രാത്രി ഭയങ്കര അപകടമാണ്. ഇത് വന്ന് ചാടും റോഡിലോട്ട്. അപ്പം അതാണ് ഇത്. ഈ സൈഡിലൊക്കെ കാണാം, നമുക്കിങ്ങനെ ഇടിച്ച് കിടക്കുന്ന കാണാം. ഇപ്പൊ തന്നെ ഞാനൊരു 3-4 എണ്ണം കണ്ടു. അപ്പം അങ്ങനെയൊക്കെയാണ്. അതേ ഉള്ളൊരു ഭീഷണി. പിന്നെ വെള്ളം പൊങ്ങും. ഫ്ലഡ് ഇവിടെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഫ്ലഡ് പൊങ്ങി വണ്ടികളൊക്കെ പോകും. അങ്ങനെ ഈ 2 കാര്യത്തിലും ഇൻഷുറൻസ് കിട്ടുകയില്ല. കങ്കാരു ഇടിച്ചാൽ പിന്നെ ഫ്ലഡ് വന്ന് പോയാലൊന്നും ഇൻഷുറൻസ് കിട്ടുകയില്ല. മൊത്തം ഒരു വനമാണ് ശരിക്കും. പക്ഷെ നല്ല രീതിയിലാണ് അവർ ചെയ്തിട്ടേക്കുന്നത്. അതാണ്, റോഡൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയാണ്. പെർഫെക്റ്റ് 100% എന്നൊക്കെ പറയാമല്ലോ, അതുപോലൊക്കെ തന്നെയാണ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതുണ്ട്, സ്റ്റോപ്പ് ഹിയർ വെൻ ഡയറക്റ്റഡ്. അതായത് ഒരു ടെമ്പററി സിഗ്നലാണ്, വൺ വേ ആക്കുന്ന രീതിയിൽ പോലെ. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് തോന്നുന്നു. ഇതുണ്ട്, നിങ്ങൾ ആ സൈഡിലോട്ട് അതൊക്കെ ശ്രദ്ധിച്ചോ, അതൊക്കെ ഫുള്ള് ഷുഗർ കെയിനാണ്. കരിമ്പും തോട്ടമാണ് ശരിക്കും. മൊത്തം കരിമ്പും തോട്ടം. ഇവിടുത്തെ മെയിൻ കൃഷി കരിമ്പ്, പൊട്ടറ്റോ, പിന്നെ എന്തായിരുന്നു കരിമ്പും പൊട്ടറ്റോ ഉണ്ട്, പൈനാപ്പിളും ഉണ്ട്. ഇത് മെയിൻ കൃഷി എന്ന് പറയുന്നത് കരിമ്പ്, പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ നല്ല ബീഫ്. വേൾഡ് ഫേമസ് ആണ് ബീഫ്. ഇതുണ്ടോ, ഇത് ഫുള്ള് കൃഷിയാണ്. ഇത് എന്ത് കൃഷിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനത് 2 സൈഡും ഫുള്ള് കൃഷിയാണ്. എന്തോ ഫ്രൂട്ടാണെന്ന് തോന്നുന്നു, ആപ്പിളോ അങ്ങനെ വല്ല ഫ്രൂട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ശരിക്കും നല്ലപോലെ അറിയത്തില്ല. എന്തായാലും കാർമേഘമൊക്കെ നല്ലപോലെ ഉണ്ട്. നല്ല മഴയ്ക്കുള്ള ചാൻസ് എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല. ഭയങ്കര മഴ, ഒന്നും കാണത്ത് പോലും ഇല്ല, അതുപോലത്തെ മഴ കേട്ടോ. ഭയങ്കരമാണ് ശരിക്കും, ഒരു രക്ഷയില്ലാത്ത മഴ. ആ ഭാഗത്ത് മഴ, ഇപ്പൊ വെയില്. ഒന്നും കാണത്ത് പോലും ഇല്ലായിരുന്ന മഴയായിരുന്നു കുറച്ച് മുന്നേ. ഒരു
മിനിറ്റ് മുന്നേ ഇപ്പൊ വെയിലായി. ഇതാ ഇവിടുത്തെ അവസ്ഥ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ സൈഡിലോട്ട് മാറി. അവസാനം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, സാർ കുടിച്ചോളൂ, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ ഏതാണ്ട് ഇങ്ങോട്ട് മാറി. ഏകദേശം ഒരു 17-20 മിനിറ്റുകളുള്ളൂ. അപ്പോൾ നമുക്കിനി കാണാം, നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ ഗൈസ്, നമ്മളിതാണ്ട് ഇവിടെ എത്തി, ഡിസ്റ്റിലറിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ റം ഡിസ്റ്റിലറിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് ഈ ബണ്ടാബർഗിൻ്റെ ആകെ ഒരു ഡിസ്റ്റിലറിയാണ്, പക്ഷേ ഇത് റം ഡിസ്റ്റിലറിയാണ്, വേറൊന്നുമല്ല. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാനീയമായ റമ്മിൻ്റെ ഡിസ്റ്റിലറിയാണിത്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇവിടെ ടൂറുണ്ട്, ഡിസ്റ്റിലറി ടൂറുണ്ട്. ഇതാണ് ഇവിടുത്തെ സിമ്പിളാണെന്ന് തോന്നുന്നു. മണ്ടയിലൊരു പോളാർ ബെയർ ഉണ്ട്. എസ്റ്റാബ്ലിഷ് ഫ്രം 1888, 1888 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ ഇതെൻ്റെ നമ്മൾ ഡിസ്റ്റിലറിക്കകത്ത് വന്നു. വളരെ മനോഹരമായ ഒരു ഡിസ്റ്റിലറിയാണ്. എന്തുണ്ടോ ഇത്, ഓസ്ട്രേലിയാസ് ഡ്രിങ്ക് എ കോളനി ബിൽഡ് ഓൺ റം. ഓക്കെ, അത് കൊള്ളാം. അതേണ്ടേ ഇവിടെ ഒട്ടിച്ച് തന്നിരിക്കുകയാണ്. ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ ഒട്ടിക്കണമെന്നാണ് പറഞ്ഞത്, വിസിബിളായിട്ട്. 2 മണിക്കാണ് ഇനി അടുത്ത ടൂറുള്ളത്. അപ്പം നമുക്ക് ആ ടൂറിലേക്ക് പോകാം. ഇതുണ്ട്, ഇതൊക്കെ വലിയ ബാരലാണ്, ഇതുണ്ടോ, എത്ര ബാരലാന്ന് നോക്കി, രക്ഷയില്ല. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റമ്മ. പല റമ്മുണ്ട്, പക്ഷേ ഇവിടെ ഇതിങ്ങനെ വെച്ചേക്കുന്നതാണ്, ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന റമ്മാണ്. കോഫി ബീൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കാണാം ധാരാളം ഇതുണ്ടോ, ബാരലുകളുണ്ടോ. ബാരലിൻ്റെ അകത്ത്, ഇത് ഒറിജിനൽ ബാരലല്ല, ഇതിൻ്റെ അകത്ത് ഓരോരോ മ്യൂസിയം പോലെയാണ്. ഇവരുടെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇനി നമുക്ക് 2 മണിക്കാണ് ടൂർ പറഞ്ഞേക്കുന്നത്. 2 മണി വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ 1:15 ആയതേ ഉള്ളൂ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതന്നെ ഞങ്ങളിതാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സമയം 1:30 ആകുന്നതേ ഉള്ളൂ. 1:27. അപ്പോൾ ഇനി 2 മണി വരെ ഞങ്ങൾ ഇവിടെ പോസ്റ്റ് ആയി. അപ്പോൾ നമുക്ക് കാണാം ഇനി എന്താണ്, നമുക്ക് നമ്മുടെ ബ്ലോഗിങ്ങിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഇവിടുത്തെ സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് 2 മണിക്കാണ്, അതുകൊണ്ട് 10 മിനിറ്റ് ഇനി സമയമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നത്. ഇവിടെ ഓരോരോ കാര്യങ്ങൾ, ഇത് ഇവിടുത്തെ റം സ്റ്റോറാണ്, റമ്മിൻ്റെ ഡിസ്റ്റിലറിയുടെ തന്നെ സ്റ്റോറാണ്. അതുകൊണ്ട് ഇവിടെ ഇത്ര കുപ്പികളാണ് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന. ഈ കൊള്ളാം അല്ലേ. ഇവിടെ തൊപ്പിയുണ്ട്, ഗ്ലാസ്സുണ്ട്, പിന്നെ ട്രാവൽ മഗ്ഗുണ്ട്, അതുപോലെ തന്നെ ബോട്ടിൽസ് ഉണ്ട്, ട്രാവൽ ബോട്ടിൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് 20% ആൽക്കഹോളുള്ള ഇതെന്നാണ്, ബനാന ആൻഡ് ടോഫി, പല ഫ്ലേവറുകളാണ് ഇവിടെ. ഇത് എന്തോ കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് സ്പൈസി പൈനാപ്പിള്. കൊള്ളാം കേട്ടോ, ഇത് നല്ല രസം. ഭയങ്കര വെൽ ഓർഗനൈസ്ഡാണ് ശരിക്കും. ഭയങ്കര ഇവിടെ നിക്കറുണ്ട്, ഷോർട്സ്, ഷർട്ട്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ബിയറാണത്, ഒറിജിനൽ ആൻഡ് കോള. ഓക്കെ, ഗുഡ്, കൊള്ളാം കേട്ടോ. ഇതുണ്ട്, ഇത് അൾട്ടിമേറ്റ് ബണ്ടിൽ. അപ്പോൾ ഇതുണ്ട്, ഇത് ഇവിടുത്തെ ഫുള്ള് പലതരത്തിലുള്ള റമ്മാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടൂർ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ഇതേണ്ട ഇപ്പോഴത്തെ ഇതേണ്ട ഇവിടുത്തെ ഇങ്ങനെ ചവിട്ടും. ഇതേണ്ട നമ്മുടെ കോള്, ഇത് പഴയ കേട്ടോ, പഴയ വാർ ബോൺസ്, പ്ലീസ് ഓപ്പൺ. കൊള്ളാം കേട്ടോ. ഇത് പഴയ ഫോണാണ്, അവർക്ക് പണ്ടത്തെ ഇതാണ്. ഇവിടെ ഇങ്ങനെ ചവിട്ടുമ്പോഴത്തേനാണ് ഈ ഒച്ച കേൾക്കുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇതിവിടെ ഇങ്ങനെ പറയുന്നുണ്ടോ, പ്ലീസ് പ്രസ് ദ ബട്ടൺ സ്മോൾ ടു സ്മെൽ ബണ്ടാബർഗ് റമ്മ്. ഇതിവിടെ റോ റമ്മ. ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോഴത്തേന് നല്ല നമ്പർ, സോറി 1 സെക്കൻഡ്. ഇത് മെച്യൂർഡ് റമ്മ്. ഇതിങ്ങനെ നിൽക്കുമ്പോൾ മെച്യൂർഡ് റമ്മ ഒക്കെ കാണാം. ഇതാണ് ഞങ്ങളൊരു സിനിമയുടെ ഇതിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്നാന്നറിയോ സംഭവം,
ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, വാച്ചോ ബാറ്ററിയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്യാമറ മാറ്റി വെക്കണമെന്ന് അവർ പറയുന്നത്. ഇപ്പോൾ രണ്ടുപേർ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഡിസ്റ്റിലറിക്കകത്തോട്ട് കയറുമ്പോഴത്തേനും എല്ലാം മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എന്നാന്ന് അറിയുക ഗൈസ്, ഇവിടെ ഫോണോ വാച്ചോ നമ്മുടെ പേഴ്സോ ഒന്നും കയറ്റിയല്ല, അതാണ് സത്യം. ഇതിവിടെ മൊത്തം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് മൊത്തം ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഡിസ്റ്റിലറി പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞു, ടൂറ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ റം ടേസ്റ്റിങ്ങിന് പോവാണ്. നമുക്ക് കുറച്ച് റമ്മൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഈ ടൂറിന് വന്നവർക്ക് റം ടേസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കാണാം. സോറി കേട്ടോ, എനിക്ക് അറിയത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങൾ റം ടേസ്റ്റിങ്ങിന് പോവുകയാണ്. നമുക്ക് നോക്കാം തലയ്ക്ക് പിടിക്കുകയോ ഇല്ലയോ. കുറച്ചേ കുടിക്കുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇത് വണ്ടി ഓടിക്കേണ്ടതുമാണ്, പക്ഷേ അതൊന്നും കുഴപ്പമില്ലായിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. എല്ലാവർക്കും ഉണ്ട്, ഫ്രീ അല്ല. നമ്മൾ $30 കൊടുത്തു, $60 കൊടുത്തു ടൂറിന്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതിവർ തരുന്ന ടോപ്പ് ഷെൽഫിലെ ഏറ്റവും വലിയ റമ്മാണ് നമുക്ക് ടേസ്റ്റിങ്ങിന് തരുന്നത്. 28 വർഷം 30 വർഷം കണ്ട പഴക്കമുള്ള റമ്മാണ്. അത് നമുക്ക് the top shelf one, and she wants the pineapple. The pineapple. Pineapple's a purchase one, only because it's only brand new, but it's only $7 for the shop. Okay. And do one each. Yeah. Toffee one. So this one first, that's Solera. Yeah. Perfect. And do you want cream on this one? No. You want cream? No. You don't do cream? No. Okay. Try കേട്ടോ. നല്ല സാധനമാണ് കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇതേണ്ട ഇതെല്ലാം ഞങ്ങൾ കുടിച്ച് തീർത്തോണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു ഡ്രൈ അടിച്ചു. ഇതിപ്പോൾ രണ്ടാമത്തെ ഡ്രൈ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് മാംഗോ തീർത്തു. അല്ലത് മാംഗോ ആയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഏതായിരുന്നു, എന്തോ ഒരു ഫ്രൂട്ട് ഫ്ലേവർ ആയിരുന്നു. അപ്പോൾ ഇതേണ്ട ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞങ്ങൾ ഇതേണ്ട ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, ഞങ്ങൾ തന്നെ ഒരു കുപ്പി മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ടേസ്റ്റിങ്ങിനാണ്. അപ്പം ബൈ ഗൈസ് അല്ല, കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, അപ്പം എന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ അകത്തോട്ട് കയറിയപ്പോഴത്തേനും അവർ പറഞ്ഞു പെട്ടെന്ന് ക്യാമറ ഓഫ് ചെയ്യണം, ക്യാമറ പറ്റത്തില്ല. അങ്ങനെയല്ല, ക്യാമറ വെക്കണം, ഫോൺ വെക്കണം, വാച്ച്, പേഴ്സ് എല്ലാം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ലോക്കറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഇതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ കരിമ്പാണ് ഇതിൻ്റെ അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കരിമ്പും കൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. കരിമ്പ് ശരിക്കും ഇവിടുത്തെ 3 വെല്ലുണ്ട്. അതായത് ട്രെയിനിലാണ് കരിമ്പ് വരുന്നത്. ഇവിടെ പല ഭാഗങ്ങളിലെ കൃഷി സ്ഥലത്തൊന്നും ട്രെയിനിൽ നിന്നാണ് ഈ കരിമ്പ് വരുന്നത്. ഈ കരിമ്പ് വന്നു കഴിഞ്ഞിട്ട് കരിമ്പെല്ലാം വന്നു കഴിഞ്ഞിട്ട് ഇത് ആദ്യമേ ഇവർ അരച്ച് സൂപ്പാക്കി ഈ സാധനം 3 കിണറുകളിലായിട്ടാണ് ഇടുന്നത്. അതിലൊരു കിണർ ഞങ്ങൾ കണ്ടു, അത് 3 കിണറും കൂടെ കൂട്ടി 2 കിണറെന്ന് പറയുന്നത് 2.5 മില്യൺ ലിറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അതായത് അതിൻ്റെ കപ്പാസിറ്റി ഒരു കിണറിന്. അതുപോലത്തെ 2 കിണറും പിന്നെ 3ാമത്തെ കിണറെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കിണർ. 5 മില്യൺ ലിറ്ററാണ് ആ കിണർ കപ്പാസിറ്റി ചെയ്യുന്നത്. അതായത് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 മില്യൺ ലിറ്ററാണ്. 5 മില്യൺ ഈ കരിമ്പിൻ്റെ, നമ്മുടെ ഈ റോ കരിമ്പുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശർക്കര പാനീയം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലാണ് ടേസ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് പിന്നെ അത് ഫെർമെൻറ്റേഷന് പോയി ഇവിടുത്തെ തന്നെ ഈസ്റ്റിൽ ചെയ്ത് അതെന്തോ ഒരു 7 ഡിഗ്രിയിൽ 7 ആൽക്കഹോൾ പെർസെൻറ്റേജിലാണ് ആദ്യത്തെ റിസൾട്ട് വരുന്നത്. എന്നിട്ട് അത് ഹീറ്റ് ചെയ്താണ് 74% ആൽക്കഹോളിലേക്ക് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് ഇവരുടെ എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് 4%, വെറും 4% രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നത്. അതിൽ 3% എന്ന് പറയുന്നത് ന്യൂസിലൻഡിലേക്ക് പോകും. ന്യൂസിലൻഡ് എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് 3% ഇവരുടെ റമ്മ് പോകുന്നത്, ഇവരുടെ പ്രൊഡക്ട്സ് പോകുന്നത്. ബാക്കി 1% എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്യൂട്ടി
ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോകും. ഡ്യൂട്ടി ഫ്രീ അതായത് എയർപോർട്ടുകൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഓരോ പോർട്ടുകൾ ഓരോ ബോർഡറുകളിലേക്ക് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇവർ വേറെ ഒരു സ്ഥലത്തോട്ടും ഈ റമ്മ് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. 3% ന്യൂസിലൻഡിലോട്ട്, ബാക്കി വരുന്ന 96% ഓസ്ട്രേലിയൻകാർ തന്നെയാണ് ഇത് കുടിച്ചു തീർക്കുന്നത്. അതിലാണ് ഏറ്റവും വലിയ സംഭവം. അതായത് 4% ഉള്ളു വേൾഡ് എക്സ്പോർട്ടിങ്. ബാക്കി അതും ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യം 3%, 3% ടു ന്യൂസിലൻഡ് ആൻഡ് 1% ടു ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. അത്രേ ഉള്ളു ശരിക്കും. അതാണ് ഭയങ്കര അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ച് അതുപോലെ തന്നെ ഡ്രൈവ് ഉണ്ട്. ഇവിടെ ഒരാൾ ഇതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. അപ്പം എല്ലാവർക്കും അതുവരെ ബൈ ബൈ. അടുത്ത എപ്പിസോഡ് അടുത്ത കണ്ടന്റിലേക്ക് വരുന്നവരെ നമുക്ക് എല്ലാവർക്കും ബൈ ബൈ. സൈനിങ് ഓഫ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.